അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഷവ്വാലിലെ നോമ്പ് നമുക്കറിയാം. റമളാൻ മാസം കഴിഞ്ഞ് 6 നോമ്പ് ഷവ്വാലിലുണ്ട്. ആ നോമ്പും കൂടി പിടിച്ചാൽ ഒരു വർഷം മുഴുവനും നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ റമളാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉള്ളപ്പോൾ ആ നോമ്പും ഷവ്വാലിലെ നോമ്പും ഒരുമിച്ച് പിടിക്കാൻ പറ്റുമോ? അതായത് റമളാനിൻ്റെ 3 നോമ്പ് ഖളായായി പോയി. ആ 3 നോമ്പ് ഷവ്വാലിലെ 6 നോമ്പിൻ്റെ കൂട്ടത്തിൽ 3 നോമ്പ് ഈ ഖളാ ആയ നോമ്പും ഷവ്വാലിലെ സുന്നത്ത് നോമ്പും എന്ന രൂപത്തിൽ ഒരുമിച്ച് നിയ്യത്തെടുത്ത് പിടിക്കാൻ പറ്റുമോ എന്ന് പരക്കെ വ്യാപകമായി ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഷവ്വാലിലെ നോമ്പിനോടൊപ്പം ചേർത്ത് പിടിക്കാനുള്ളതല്ല റമളാനിൽ ഖളാ ആയ നോമ്പ്. അത് വെവ്വേറെ തന്നെ പിടിക്കണം. ആദ്യം നാം തീർക്കേണ്ടത് റമളാനിലെ ഖളാ ആയ നോമ്പാണ്. അതിനുശേഷമാണ് ഷവ്വാലിലെ നോമ്പ് പിടിക്കേണ്ടത്. ഷവ്വാലിൽ 30 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ റമളാനിൽ വിട്ടുപോയ നോമ്പ് എത്രയാണോ അത് പിടിച്ച ശേഷമാണ് ഷവ്വാലിലെ നോമ്പ് പൂർത്തിയാക്കേണ്ടത്. ഹദീസിലുള്ളത്, മൻസ്വാമ റമളാന, മഹാനായ അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻസ്വാമ റമളാന, റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും സുമ്മ തുബഅഹു സിത്ത മിന ഷവ്വാൽ, അതിനെ തുടർന്ന് ഷവ്വാലിൽ 6 നോമ്പുകൾ പിടിക്കുകയും ചെയ്താൽ കാനക സിയാമ ദഹർ, ഒരു വർഷം മുഴുവനും നോമ്പ് പിടിച്ചതിന് തുല്യമാണ്. അപ്പോൾ റമളാനിൻ്റെ നോമ്പ് പിടിക്കുന്നവർക്കാണ്, റമളാനിൻ്റെ നോമ്പ് പിടിച്ച ശേഷമാണ് ഷവ്വാലിലെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഖളാ ആയ നോമ്പ് ആദ്യം പിടിച്ച് വീട്ടുക, പിന്നെ ഷവ്വാലിൻ്റെ 6 നോമ്പ് പിടിക്കുക. ഇനി അതല്ല, 25 നോമ്പ് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുക, അഥവാ ഒരുപാട് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയി, ഒരു റമളാൻ മാസത്തിലെ ഒരു 75% നോമ്പ് പിടിച്ചു വീട്ടാനുള്ളവർ, അവർക്ക് എന്താ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ ഒരു ഇളവെന്ന നിലയിൽ, കാരണം ഒരു വർഷത്തോളം ഉണ്ട് റമളാൻ്റെ നോമ്പ് പിടിച്ചു വീട്ടാൻ, അപ്പോൾ 25, 27 നോമ്പ് പിടിച്ചു വീട്ടി കഴിഞ്ഞ ശേഷം ഷവ്വാലിലെ നോമ്പ് എടുക്കാൻ നിന്നാൽ ഷവ്വാൽ കഴിഞ്ഞു പോകും. അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ അവർക്ക് ആ ഒരു പ്രയാസം പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഷവ്വാലിലെ സുന്നത്ത് നോമ്പ് ഈ ഖളാ ആകുന്ന നോമ്പിന് മുമ്പ് വേണമെങ്കിൽ പിടിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും. അല്ലാത്ത പക്ഷം റമളാൻ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ പൂർത്തീകരിച്ചിട്ട് വേണം ഷവ്വാലിലെ നോമ്പ് നാം പൂർത്തീകരിക്കേണ്ടത്. ഹദീസിൽ ഇങ്ങനെയാണുള്ളത്, മൻസ്വാമ റമളാന, റമളാൻ്റെ നോമ്പ് പിടിക്കുക, സുമ്മത്തുബഅഹു, ആ റമളാൻ്റെ നോമ്പിന് ശേഷം സുമ്മത്തുബഅഹു മിന ഷവ്വാൽ, പിന്നെ ഷവ്വാലിൽ 6 നോമ്പ് പിടിച്ചാൽ ഒരു വർഷം മുഴുവനും നോമ്പ് പിടിച്ചിട്ട് തുല്യമാണ്. അപ്പോൾ റമളാൻ്റെ നോമ്പിന് പ്രാധാന്യം കൊടുക്കുക. നഷ്ടപ്പെട്ടു പോയ 1-2 ഒക്കെ നോമ്പുണ്ടെങ്കിൽ അത് ഖളാ വീട്ടിയ ശേഷം ഷവ്വാലിലെ നോമ്പ് പിടിക്കലാണ് ഉചിതം. ഒരുപാട് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഷവ്വാൽ മാസം കഴിഞ്ഞാലും ഈ നോമ്പുകൾ പൂർത്തീകരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഷവ്വാലിലെ നോമ്പ് അനുഷ്ഠിച്ച് പിന്നെ ഒരു കൊല്ലത്തിനിടയിൽ ആ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ പിടിച്ചു വീട്ടാം. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. എന്നിരുന്നാലും ഷവ്വാലിലെ സുന്നത്ത് നോമ്പും ഖളാ ആക്കപ്പെടുന്ന നോമ്പും ഒരേ നിയ്യത്തിൽ പിടിക്കാൻ പാടുള്ളതല്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.